എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബറുകൾ എടുക്കുന്ന വിധവും അതുപോലെ തന്നെ അതിൻ്റെ സെയിലുമാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. നല്ല യെല്ലോ ഷെയ്ഡ് വരുന്നൊരു ലോട്ടസ് വെറൈറ്റിയാണ്. നല്ല സിംഗിൾ പെറ്റൽ വെറൈറ്റിയാണ്. യെല്ലോയും ഗോൾഡൻ കളർ, അതുകൊണ്ട് തന്നെയാണ് ഗോൾഡൻ സൺസെറ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഇപ്പോഴും ഇതിൻ്റെ ട്യൂബറുകളൊക്കെ നമ്മൾ സെയിലിനിടുന്നതായിരിക്കും. വളരെ കുറച്ച് ട്യൂബറുകൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോഴും ഞാൻ ഇത് കമഴ്ത്തി ഇട്ടതിന് ശേഷം നമ്മൾ അല്ലാതെ ബക്കറ്റിൽ വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ്. അല്ലാതെ നമുക്ക് ഓസിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ മഴ വരുന്നത് കാരണം ഞാൻ വേഗം ഇങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ ട്യൂബറൊക്കെ ഫോം ചെയ്യുന്നത് പൊതുവെ കുറവാണ് ലോട്ടസിനൊക്കെ. എങ്കിലും ഉള്ളത് സെയിലിനിടാമെന്ന് കരുതി എപ്പോഴും വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കുക. ഇതൊക്കെ നമ്മൾ കുറച്ച് അതിനകത്തൊക്കെ വേസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ വളവും ചാണകത്തിൻ്റെ അംശങ്ങളും അതുപോലെ തന്നെ മണ്ണും എല്ലാം കൂടെ മിക്സ് ആയതാണ്. ചാണകപ്പൊടി മണ്ണ് മാത്രമാണ് ഇതിന് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ചില അവസരങ്ങളിൽ ഞാൻ കുറച്ച് ലേശം എല്ലുപൊടിയും കൂടി ചേർക്കാറുണ്ട്. എല്ലുപൊടിയൊക്കെ ഇട്ടാൽ നമുക്ക് ട്യൂബറുകൾ ചില സമയത്ത് അഴുകി പോകുന്നുണ്ട്. എങ്കിലും വല്ലപ്പോഴും ട്യൂബർ നടുമ്പോൾ എല്ലുപൊടിയും കൂടി ഇപ്പോഴും ചേർക്കാറുണ്ട്. ഒരുപാട് അളവായാൽ നമുക്ക് എല്ലാം അഴുകിപ്പോകും. ഇപ്പം മഴയും വെയിലും മാറി മാറി വരുന്ന അവസരമായതിനാൽ കൂടുതൽ വളങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കിത് പിടിച്ച് കിട്ടി സ്റ്റാൻഡിങ് ലീഫൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് NPK ഒക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാകാനായിട്ട് ഡാപ്പും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോഴും വളമൊന്നും ചേർക്കാതെ തന്നെയാണ്, പ്രത്യേകിച്ച് എന്നിട്ട് വളവും ചേർക്കാതെ തന്നെയാണ് ഇതിനകത്ത് ഇത്രയൊക്കെ ട്യൂബറുകളായത്. അപ്പോൾ ഒരുപാട് വലിയ ടബാണെങ്കിൽ നമുക്ക് ഒരുപാട് ട്യൂബറുകൾ കിട്ടും. ഇത് മീഡിയം സൈസ് ടബിലാണ് ഞാനിത് പോട്ട് ചെയ്തിരുന്നത്. ഒരുപാട് വേരുകൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്, അതുകൊണ്ടാണ് അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ട്യൂബറുകളൊക്കെ നടാൻ അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഇതിന് നല്ല വെയിലാണ് ആവശ്യം. ട്യൂബറുകൾ നടുമ്പോൾ നല്ല വെയിലത്ത് തന്നെ വെക്കുക. നമ്മൾ ഷെയ്ഡിലൊന്നും വെക്കാതെ നല്ല വെയിലുള്ളിടത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ടബ് നിറച്ച് വെള്ളം ഒഴിച്ച് അസോളയൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് 2-3 ദിവസത്തിനകം തന്നെ അതിനകത്ത് കോയിൽ ലീഫൊക്കെ വരുന്നതാണ്. പക്ഷേ റണ്ണർ നടുമ്പോൾ നമ്മൾ 2 ദിവസം അധികം വെയിൽ കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. ട്യൂബറുകൾ നടുമ്പോൾ നല്ല വെയിലുള്ളിടത്ത് തന്നെ നടുക. അതുപോലെ തന്നെയാണ് വാട്ടർ ലില്ലി ഒക്കെ നല്ല വെയിലാണ് അത്യാവശ്യം. വാട്ടർ ലില്ലി പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വെയിലുള്ളിടത്ത് തന്നെ വെക്കുക. ഇപ്പം നേരത്തെ ആദ്യമൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുള്ളതായിരുന്നെന്ന് തോന്നുന്നു. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇത് ഇങ്ങനെയൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ എടുക്കുന്ന രീതി അല്ലാതെ തന്നെ ഞാൻ ടബിനകത്ത് വെച്ചിട്ട് എടുക്കുന്നതാണ്. ട്യൂബറൊക്കെ നമ്മളുണ്ടോയെന്ന് നോക്കും. ആ രീതിയിലും കൂടി ഇനി അടുത്ത തവണ കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ടബ് കമഴ്ത്തി ഇട്ടതിന് ശേഷം ഓസിട്ട് വെള്ളം അടിച്ചിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിപ്പോഴെല്ലാം കഴുകി എടുത്തിട്ട് ടബിനകത്ത് ഇട്ടേക്കുകയാണ്. ഇനി ഇപ്പോഴും നമ്മളത് കട്ട് ചെയ്തിട്ട് നോക്കുന്നതാണ്. അപ്പോൾ കുറച്ചൊക്കെ ട്യൂബറുകളുണ്ട്, ചിലത് ചെറിയ ട്യൂബറുകളാണ്, പിന്നെ 1-2 വലിയ ട്യൂബറും ഉണ്ട്. അപ്പോൾ ട്യൂബറുകൾ വേണ്ട കൂട്ടുകാർ ചോദിക്കുക. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സും കുറച്ച് വാട്ടർ ലില്ലിയും ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട്. 1-2 ട്യൂബറുകൾ ഞാനങ്ങ് നടാമെന്ന് വിചാരിച്ച്. ട്യൂബറല്ല, ഇത് ഹാർഡ് റണ്ണറാണ്, അതാണ് ഞാൻ നട്ട് വെച്ചത്. ബാക്കി എല്ലാം ഇതിനകത്ത് സെയിലിനിടാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കുക. നല്ല ഫ്ലവറാണ് ഗോൾഡൻ സൺസെറ്റിൻ്റേത്. അതുപോലെ തന്നെ അത് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ട്യൂബറുകൾ. ചെറിയ ട്യൂബറുകളാണ്. അപ്പോൾ ചെറിയ ട്യൂബറുകളൊക്കെ 100 രൂപയാണ്. 100 രൂപയുടെ 2 ട്യൂബറും അതുപോലെ തന്നെ 130ൻ്റെ 1 ട്യൂബറും ഉണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം 2-3 ഗ്രോത്ത് ടിപ്പ് ഉള്ളതാണ്. ഈ കാണുന്നത് 130ൻ്റെ ട്യൂബറാണ്. ഇതിന് 100 രൂപ മാത്രമേ ഉള്ളൂ. 100 രൂപയുടെ 2 എണ്ണവും 130ൻ്റെ 1 ട്യൂബറും. പിന്നെയുള്ളത്
200 രൂപയുടെ ഒരു ട്യൂബറുമാണ്. അത് നല്ലൊരു വലിയ ട്യൂബറാണ്. 200 രൂപയുടെ ട്യൂബർ. ഇപ്പോൾ കാണുന്നത് 100 രൂപയുടെ ട്യൂബറാണ്. ഇതൊക്കെ നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞ് 2 ദിവസം വെള്ളത്തിലിട്ടിട്ട് പോട്ട് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഇതിനകത്ത് വേരൊക്കെ വരികയും ഗ്രോത്ത് ട്രിപ്പൊക്കെ ലീഫായിട്ട് മാറാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ കാണുന്നതിന് 200 രൂപയാണ്. ഇതിന് അത്യാവശ്യം നല്ല ട്യൂബർ ആയതാണ്. 2-3 ഗ്രോത്ത് ട്രിപ്പും ഉണ്ട്. ഇത് വളരെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടുന്നതാണ്. പിന്നെയുള്ളത് നല്ല സെമി ട്യൂബറാണ്. അത് പക്ഷെ നല്ല ലീഫുമായിട്ടുള്ള രണ്ടായിട്ട് പോട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ട്യൂബറാണ്. ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ ഇത് കണ്ടതിന് ശേഷം ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കുക. ഇത് നമുക്ക് 2ആയിട്ട് പോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണിത്. നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഒരു വെള്ളത്തിലിട്ടിട്ട് വേര് ഓടി തുടങ്ങിയതിന് ശേഷം പോട്ട് ചെയ്താലും മതി. അല്ലാതെയും പോട്ട് ചെയ്യാൻ 2 ടബിൽ നട്ട് വെക്കാൻ പറ്റുന്ന ട്യൂബറുകളാണ്. അതിനും 200 രൂപ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയുള്ളതാണ് അടുത്ത ട്യൂബറും. അത് നമുക്ക് 2ആയിട്ട് പോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. ഇത് ഒരു സെമി ട്യൂബറാണത്. പക്ഷേ അത് നമുക്ക് 2ആയിട്ട് പോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഗോൾഡൻ സൺസെറ്റിൻ്റെ ഫ്ലവർ. അപ്പോൾ ട്യൂബറുകൾ വേണ്ട കൂട്ടുകാർ ചോദിക്കുക. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റും വാട്ടർ ലില്ലീസും ഒക്കെ വേണ്ടവർക്ക് ചോദിക്കാവുന്നതാണ്. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക.